ഇവരുടെ ഈ മൃതദേഹങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു, ഈ തലയൊക്കെ തുറന്നു പോകുന്ന രീതിയിലുള്ള വെടി, അതെങ്ങനെയാണ് സംഭവം? ഹെഡ് ഷോട്ട്സ്. നമ്മുടെ അത് അപ്പോൾ പിന്നെ ഏത് റൈഫിളൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുക? അങ്ങനെ ഒരു AK ആയിരിക്കുമോ? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പല പാരാസഫാണ്, ടവർ, ഹെക്ലർ ആൻഡ് ഗോഷ്, ട്രെവോർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആയുധങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തല തുറന്നു പോകുന്ന രീതിയിലുള്ള തല തുറന്നു പോകുന്നത് പറഞ്ഞാൽ അത് ബസ് ഷോട്ട് ആയിരിക്കുമോ? അല്ല, ഒറ്റ ഷോട്ട് മതി അത് തല തകർന്നു പോകാനായിട്ട്. അതായത് അപ്പോൾ ആദ്യത്തെ ഫോട്ടോ കണ്ടതല്ലേ, അതായത് ബുള്ളറ്റ് എൻ്റർ ചെയ്യുന്നത് മുഖത്തിന്റെ ഫ്രണ്ടിൽ കൂടെയും തുറന്നു പോയിരിക്കുന്ന മുഴുവൻ ബാക്കിൽ കൂടെയാണ്. അതായത് ഒരു ബുള്ളറ്റ് ഒരു ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അത് സ്പിൻ ചെയ്താൽ കയറിപ്പോകുന്നത്. അകത്ത് ചെന്നിട്ടാണ് ഈ സാധനം വേറൊരു സെക്കൻഡറി പൊട്ടിത്തെറി ഉണ്ടാകും. ഇത് ചുമ്മാ തുളച്ച് കയറിപ്പോകുന്ന, അതായത് ഒരു ബുള്ളറ്റ് ശരീരത്തിൽ കയറി ഇറങ്ങി പോകുന്നത് ഒരു കമ്പി കയറി പോകുന്ന പോലെ അല്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ വരികയും ആ സ്പീഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കാറ്റ് പിടിച്ച് പോകാതിരിക്കാനായിട്ട് ഈ എല്ലാ തോക്കിൻ്റെ അകത്തൊരു പൊഴി ഇട്ടിട്ടുണ്ട്. ആ പൊഴി വെച്ചിട്ട് ബുള്ളറ്റ് തിരിയും, നല്ലപോലെ തിരിഞ്ഞ് ഒരു പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടാണ് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ പോകുന്നത്. ആ സാധനം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ കറക്കം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഒരു മിക്സിക്ക് അകത്തോട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പ്രത്യേകിച്ചും റൈഫിൾ കാറ്റഗറിയിലുള്ള, അതായത് വലിയ കാലിബറുള്ള ബുള്ളറ്റുകളുടെ കാര്യം പറഞ്ഞാൽ അതൊരുമാതിരി മിക്സിക്കകത്ത് സാധനം ഇട്ട് അടിക്കുന്ന പോലെ ആ ചുറ്റുവട്ടത്തുള്ള സർവ്വ സാധനം പിടിച്ച് കറക്കി ജ്യൂസ് അടിച്ചിട്ടാണ് ഈ സാധനം പുറത്തോട്ടിറങ്ങി പോകുന്നത്. തലയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇവരെ നേരത്തെ പിടിച്ചിട്ട് സമയത്ത് വെടിവെച്ച് കൊന്നയാന്ന് ഒരു ആരോപണമുണ്ട്. നേരത്തെ പിടിക്കാനായിട്ട് ഇത് സാധാരണ ഫിദായിനായിട്ടുള്ള ആൾക്കാരല്ല. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ 2024 നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന അന്ന് 6 മണിക്ക് പീർ പഞ്ചാലിൻ്റെ സൗത്ത് സൈഡിൽ, ജമ്മു സൈഡിൽ ഒരു അറ്റാക്ക് നടന്നിരുന്നു. അന്ന് ആ അറ്റാക്ക് അതായത് ഒരു ബസ്സിന് നിറയൊഴിക്കുകയും ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പോകാൻ നേരത്ത് ഒരു മരത്തിലിടിച്ച് നീക്കുകയും ആ വെടിയുണ്ട കൊണ്ട് ആൾക്കാർക്ക് കാഷ്വാലിറ്റി വരികയും ചെയ്തിരുന്നു. അന്ന് ആ ഒരു ക്രൈം സീനിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ട് ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ഫിദായിൻ അറ്റാക്ക് അല്ല എന്നാണ് പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ മിലിറ്ററി മാത്രമല്ല, SSG അറ്റാക്ക് ആണെന്ന് പുള്ളി പർട്ടിക്കുലർലി പറഞ്ഞു. കാരണം ഈ സാധാരണ ഫിദായിനായിട്ടുള്ള ആൾക്കാരെ അപ്പോൾ അജ്മൽ കസബ് അന്ന് 26/11 വന്ന എല്ലാവരും ഫിദായിനായിരുന്നു. അവിടുത്തെ ആൾക്കാരെ, ലോക്കലിലുള്ള ആൾക്കാരെ എടുത്ത് ട്രെയിൻ ചെയ്ത് കയറ്റിവിട്ടുക ചെയ്തു. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിസിക്കലി എന്തുമാത്രം വേണേൽ ട്രെയിൻ ചെയ്യാം. അവരെ മെൻ്റൽ ട്രെയിനിങ്ങിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കൈൻ പോലുള്ള ഡ്രഗ്സ്, ഹെറോയിൻ, കൊക്കൈൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കാതെ, അതായത് ഒരു ഹൈയിൽ ഇങ്ങനെ അങ്ങ് പോവും. ആ സമയത്തൊരു മോബ് മെൻറ്റാലിറ്റിയിൽ ഒരു ടാസ്ക് ചെയ്ത് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പാകിസ്ഥാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് എഫക്റ്റിവിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഡ്രഗ്സ് അടിച്ചെന്ന് പറഞ്ഞാലും ശരി, ഈ ഫിദായിനായിട്ടുള്ള ഒരാളെ, മിലിറ്ററി ട്രെയിനിങ് കിട്ടാത്ത ഒരാളെ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു കൈക്കൊരു വിറ വരും. ഹി വിൽ ഹെസിറ്റേറ്റ്. ആ ഹെസിറ്റേഷൻ ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള മിലിറ്ററി ട്രെയിനിങ്ങും സ്പെഷ്യൽ സർവീസസ് പോലെയുള്ള അവർക്ക് കിട്ടുന്ന, നമ്മുടെ പാരാ SF പോലുള്ളവർക്ക് കിട്ടുന്ന മെൻ്റൽ ട്രെയിനിങ്ങുകളുണ്ട്. ആ മെൻ്റൽ ട്രെയിനിങ്ങിലാണ് ഒരു മനുഷ്യനെ കൊണ്ട് ശക്തമായിട്ട് ഒരു ടാസ്ക് ചെയ്ത് തീർക്കാൻ പറ്റുക. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നത്. അവർ SSG കമാൻഡോസിനെയാണ്, ഒന്നുകിൽ മുൻ SSG കമാൻഡോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള SSG കമാൻഡോസിനെ കയറ്റിവിടുക. അവരുടെ കൂടത്തിൽ ബാക്കി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫിദായിൻസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോകുന്നത്. അതുതന്നെയായിരുന്നു ഇവിടുത്തെയും കാര്യങ്ങൾ. ഈ SSG കമാൻഡോസ് അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പിടിച്ചു വെച്ച്, അതായത് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ചൈനീസ് ഹുവാവി സാറ്റലൈറ്റ് ഫോണിൻ്റെ ഇൻ്റർസെപ്ഷൻ NTRO ചെയ്തതിന് ശേഷം ഉള്ള ഇവരുടെ കോക്കർധാമിലെ ആ സേഫ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അവർ പാറ്റേൺ മാറ്റി. അവർ കാടുകളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. മഹാദേവ് മലനിരകളിൽ തന്നെ കഴിയുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇവരെടുത്തത്. അതായത് സേഫ് ഹൗസിലോട്ടൊക്കെ പോകുമ്പോഴല്ലേ 4 പേര് കണ്ടിട്ട് വാർത്ത ന്യൂസ് ലീക്കാവുള്ളൂ. അപ്പോൾ അതിന് പകരം അവർ ചെയ്തതെന്താ വെച്ചാൽ കാടുകളിൽ കിടക്കുക,
നമ്മുടെ പാരാ എസ് എഫിൻ്റെ കാര്യം നമുക്കറിയാം, ദേ ആർ ട്രെയിൻഡ്. അവർക്ക് ഒരു 2 ആഴ്ചത്തെ ഒരു ഇതിന് മിഷന് പോയി കഴിഞ്ഞാലും അവർ പുറത്തൊരു ബാക്ക് പാക്കുമായിട്ട് അങ്ങോട്ട് പോവുള്ളൂ. വെള്ളമോ ഭക്ഷണമോ ഒന്നും അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ദേ വിൽ ജസ്റ്റ് നോ എങ്ങനെ എപ്പോൾ എവിടെ എന്ത് ഭക്ഷണം കിട്ടുമെന്നും എങ്ങനെ വെള്ളം കുടിക്കാമെന്നും ഉള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് SSG. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് കാട്ടിലും കിടന്നുറങ്ങാനും ഏത് കാട്ടിൽ നിന്നും ഭക്ഷണമോ വെള്ളമോ സോഴ്സ് ചെയ്യാനോ പറ്റുന്ന ആൾക്കാരാണ് അവർ. സ്പെഷ്യൽ ഫോഴ്സസ് ആണ്. അതെ, ദേ ആർ സ്പെഷ്യൽ ഫോഴ്സസ്. പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് SSG എന്ന് പറയുന്നത്, SSG കമാൻഡോസ്.